എന്താണ് നിഫ്റ്റിയിൽ സംഭവിക്കുന്നത്? അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിഫ്റ്റി 500 ചാർട്ടാണിത്. ഞാൻ സാറിന് നിഫ്റ്റി 500 നോർമൽ കേസിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം നിഫ്റ്റി 500 ബ്രോഡർ മാർക്കറ്റിന്റെ കംപ്ലീറ്റ് ഇൻഡെക്സ് ടോപ്പ് 500 കമ്പനീസിന്റെ മൂവ്മെന്റിനെ കാണിക്കുന്ന ഇൻഡെക്സ് ആണ് നിഫ്റ്റി 500. നിഫ്റ്റി 500 നമ്മൾ നോക്കിയാൽ ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ആ ഒരു കറക്റ്റ് സ്ട്രക്ചർ ഫോർമേഷനാണ് നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് നിഫ്റ്റി 500 ചെറുതായിട്ടൊന്ന് സ്റ്റോക്ക് ആ ഇൻഡെക്സ് ഒന്ന് ഒരു വലിയൊരു ഒരു ഓൾ ടൈം ആയി ഹിറ്റ് ചെയ്തതിനു ശേഷം ഇൻഡെക്സ് നേരെ താഴെ വീണത്. മനസ്സിലായി? ശ്രദ്ധിക്കണം, ഇപ്പോഴും ഹയർ ലോ ആണ്. ഈ ഹയർ ലോയും വെച്ച് നോക്കാൻ നേരത്ത് സ്റ്റിൽ ഇറ്റ് ഈസ് മെയിൻറ്റെയിനിങ് ഈക്വൽ ലോ ഓർ ഹയർ ലോ. ഇതും ഹയർ ലോ വന്നിരിക്കുന്നത് അല്ലേ? ശരിക്കും നോക്കാൻ നേരത്ത് നിങ്ങൾ നോക്കൂ. സോ ഫാർ ഇറ്റ് ഈസ് ഓക്കെ. മനസ്സിലായി? സോ ഫാർ ഇറ്റ് ഈസ് ഓക്കെ, ടു ആൻ എക്സ്റ്റെന്റ് ഇറ്റ് ഈസ് ഓക്കെ. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിഫ്റ്റി ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത ശേഷം വീണ്ടും ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ലോവർ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ദിസ് ഈസ് എ പോയിന്റ് ഓഫ് വറി. ഇവിടെ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് റെസിസ്റ്റൻസ് ഈ ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ശരിക്കും അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. സ്ട്രക്ചർ ഒന്ന് ലൂസ് ആവാൻ തുടങ്ങി. അതിനേക്കാൾ ഉപരി നമ്മൾ കൺസേൺ ആവേണ്ട കാര്യം താഴത്തേക്ക് വന്ന ക്യാൻഡിൽസിന്റെ സ്ട്രെങ്ത് നോക്ക്. സ്ട്രോങ് ക്യാൻഡിൽസ് ആണ് അല്ലെ? എല്ലാ റെഡ് ക്യാൻഡിലും സ്ട്രോങ് ആണ്. ഗ്രീൻ ക്യാൻഡിൽ വളരെ ചെറുതാണ് അല്ലെ? കൊച്ചു ഗ്രീൻ ക്യാൻഡിലും സ്ട്രോങ് റെഡ് ക്യാൻഡിലും വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇമ്മീഡിയറ്റ് ആയിട്ട് ദർ ഇസ് എ സെല്ലിംഗ് പ്രഷർ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസ് നമ്മൾ കാണുന്നത്. ശരിക്കും ഒരുപക്ഷെ ഇവിടുന്ന് വീണ്ടും തിരിച്ച് കയറുവാണ് എങ്കിൽ അത് വീണ്ടും കൊച്ചു ഗ്രീൻ ക്യാൻഡിലാണ് കയറുന്നെങ്കിൽ അതൊരു കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഒരു കൊച്ചു ഗ്രീൻ ക്യാൻഡിലാണ് കയറുന്നതെന്ന് വെക്കാം. മനസ്സിലാവും? തിരിച്ചുള്ള ഗേറ്റ് കൊച്ചു ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ ഒരു കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇവിടെ വീണ്ടും ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേസമയം ഈ ലെവലിൽ നിന്ന് തിരിച്ചൊരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലാണ് കയറുന്നതെന്ന് വെക്കാം. ഇറ്റ്സ് സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ. അത് കാണിക്കുന്നത് ബൈയിങ് പ്രഷർ തിരിച്ച് വരാൻ തുടങ്ങി എന്നാണ് കാണിക്കുന്നത്. പിന്നെ ഒരു ബ്രേക്ക്ഔട്ട് അതുപോലെ തന്നെ സ്ട്രോങ് ക്യാൻഡിൽ വന്നാൽ നമുക്കൊരുമാതിരി ഏകദേശം ഒരു ഐഡിയ കിട്ടും ഒരുപക്ഷെ തിരിച്ച് ആ സ്ട്രക്ചർ കറക്റ്റ് ചെയ്യുന്നുള്ളത്. അതിന് പകരം കൊച്ചു ഗ്രീൻ ക്യാൻഡിലാണ് തിരിച്ച് മേളിലേക്ക് വരുന്നെങ്കിൽ ഇവിടെ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി സപ്പോസ് താഴത്തേക്ക് പോവാണെങ്കിലോ, ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിലാണ് താഴെ പോകുന്നെങ്കിലോ, ഇതാണ് ഇമ്മീഡിയറ്റ് ഉള്ള സപ്പോർട്ട്. ഹയർ ലോയുടെ സപ്പോർട്ടാണ്. ഹയർ ലോ സപ്പോർട്ട് കൊളാപ്സ് ആയാൽ നിഫ്റ്റിയുടെ ഹോൾ സ്ട്രക്ചർ കൊളാപ്സ് ആയി ലോവർ ലോയിലേക്ക് ഇൻഡിസീസ് മാറും. ശരിക്കും അത് ദാറ്റ്സ് എ ബിഗ് കൺസേൺ ആണ് ശരിക്കും നമ്മളെ സംബന്ധിച്ച്. ദാറ്റ് മീൻസ് 49,946 താഴെ പോയാലും അല്ല. ഇനി ഇവിടെ വരുന്നത് എന്താ പറയണ്ടേ, ഇൻസ്റ്റെഡ് ഓഫ് സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽ വരും കൊച്ചു റെഡ് ക്യാൻഡിൽ വരുന്നെങ്കിൽ, ചെറിയൊരു റെഡ് ക്യാൻഡിൽ വരുന്നെങ്കിൽ ഈ ലെവലിൽ സപ്പോർട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ ലെവൽ സപ്പോർട്ട് കിട്ടിയിട്ട് ഒരു റിവേഴ്സ് സംഭവിച്ചിട്ട് അതൊരു ബ്രേക്ക്ഔട്ട് കൊടുത്തിട്ട് സ്ട്രോങ് ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ വന്നാൽ നിഫ്റ്റി വീണ്ടും എന്താ പറയണ്ടേ സ്ട്രോങ് അതിന്റെ ബൈയിങ് സ്ട്രക്ചർ റിട്ടൈൻ ചെയ്യുന്നു വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ എങ്ങനെയാണ് ഇത് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് അറിയുന്നവരെ തന്നെ നമുക്ക് ലോങ് ടൈം ട്രേഡ് എന്ന് പറയുന്ന നമ്മുടെ ആക്ഷനിൽ നിന്നും തൽക്കാലം യു ഷുഡ് ബി വെരി കെയർഫുൾ. ആക്ച്വലി ഞാൻ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് പറയുന്നുണ്ട് ഓൺലി ഫോർ 2 to 5 days ട്രേഡ്, 2 to 5 days ട്രേഡ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ശരിക്കും. സോ ബി വെരി കെയർഫുൾ. സ്ട്രോങ് ക്യാൻഡിൽസ് താഴേക്ക് വന്നു, സ്മോൾ ക്യാൻഡിൽസ് ഗ്രീൻ ക്യാൻഡിൽസ് കൊണ്ട് മേളിലേക്ക് പോയി, അത് നേരെ ഹിറ്റ് ചെയ്തു, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, തിരിച്ച് താഴത്തേക്ക് വരുന്നു. സ്ട്രോങ് റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ ഒരു പക്ഷേ ഇവിടെ ഇതിനെ താങ്ങി നിർത്താൻ ശക്തി കിട്ടിയില്ല വരില്ല, വീണ്ടും താഴത്തേക്ക് പോകാം. സ്ട്രോങ് അല്ല വീക്ക് റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാനുള്ള ചാൻസസും ഉണ്ട്. എന്തായാലും കയറി കഴിഞ്ഞാൽ ഒരു ബ്രേക്ക്ഔട്ട് കൊടുത്തിട്ട് അവിടെ സ്റ്റേബിലൈസ് ചെയ്താൽ മാത്രമേ പിന്നുള്ള ഫർദർ അപ് ട്രെൻഡ് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അതുവരെ യു ഷുഡ് ബി എക്സ്ട്രീംലി കെയർഫുൾ.